സംഘടനകൾ നമുക്കുണ്ട്. ആ സംഘടനയിൽ തന്നെയാണ് നാം വർക്ക് ചെയ്യേണ്ടത്. സംഘടനാ പ്രവർത്തകരല്ലാത്തവർക്ക് ദീനിൽ സ്ഥാനമില്ല എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ സംഘടന എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതാണ് നമ്മുടെ ത്വരീഖത്ത്. ഖാദിരിയ മിഷൻ എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആദമിന്റെ മിഷനാണത്. അവരുടെ സ്റ്റുഡൻസിന്റെ പ്രവർത്തനങ്ങൾക്കാണ് ഖാദിരിയ എന്ന് പറയുന്നത്. ആ മദ്രസയിലേക്ക് ചേർത്തിയാണ് അത് പറയുന്നത്. പിന്നെ നസ്രിയയിൽ ചെന്നപ്പോൾ റിഫായി ഷേഖ് തങ്ങൾ അവിടെ റിഫായിയ, അതിൽ കുറച്ച് മാർഷൽ ആർട്സും കൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇൽമ് പഠനമാണ് ഏറ്റവും വലിയ അമല്, ഇൽമ് പ്രചരണമാണ്, പിന്നെ സോഷ്യൽ വർക്കാണ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ഉലമാന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീഖത്തിൽ നിന്ന് പുറത്താണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം, അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് ഏകാംഗ മശായിഖന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല, പിന്നെ ഷൂറയാ. അപ്പൊ ഷൂറയിലൂടെ, ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത്, സമസ്തയാണ് ഷെയ്ഖ്. അതിന്റെ കീഴിലുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയാണ് നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത്, യുവാക്കൾ, സുന്നി യുവജന സംഘം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി SSF. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മൾ അംഗമല്ല, അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയതയിൽ നിന്ന് പുറത്താണ്. കാരണം ഒറ്റപ്പെട്ടവരാ, മൻ ശുദ്ധ ഫിന്നാർ, ഒറ്റപ്പെട്ടു പോയാൽ അവന് ജീവിതത്തിൽ ദുരന്തമായിരിക്കും. കാരണം അവർ പിഴച്ചു പോകും. അപ്പോൾ 40 ഉലമാവ് ഒന്നായിട്ട് പിഴച്ചാൽ പിഴച്ചോട്ടെ, അക്കൂട്ടത്തിൽ പോയാൽ മതി. അതാണ് ഇജ്മാഉൽ ഉമ്മ എന്ന് പറയുന്നത്. അത് കേരളത്തില് 100 വർഷമാവാൻ പോവുകയാണ്. അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നു.